കേസ് കൊടുത്ത് വാദവും മറുവാദവും നടക്കുന്നത് എന്തിനാ? അറിയില്ലെങ്കിൽ കേട്ടോ, പ്രയോജനപ്പെടും. ദൈവം കൂട്ടിയോജിപ്പിച്ച ബന്ധം അടിച്ചു പിരിയാനാ ഭാര്യയും ഭർത്താവും കേസ് കൊടുക്കുന്നത്. ഇവിടെ അതിനല്ലല്ലോ, ഒരാള് കൊല്ലണമെന്നും മറ്റൊരാള് കൊല്ലണം. ഇവരൊക്കെ അല്ലാതെന്താ ഇതിനൊക്കെ? 10 പലത് കൊണ്ടോ ഒറ്റ മോളല്ലേ ഉള്ളൂ. അതിനെ ദയാവധം അനുവദിച്ച് കൊല്ലുക എന്നൊക്കെ പറഞ്ഞ അനന്തരവനല്ലേ കുഞ്ഞമ്മാവനെന്ന് പറയരുതോ? സുമിത്രയെ കൊല്ലാൻ കൊടുത്ത കേസ് പിൻവലിക്കാൻ. അതെങ്ങനെ? ഇന്ന് വിധി പറയുന്ന ദിവസമല്ലേ? കുഞ്ഞിനെ പരിശോധിച്ച ഡോക്ടർമാരുടെ റിപ്പോർട്ടും കോടതിയുടെ നിരീക്ഷണങ്ങളൊക്കെ ടിവിയിലൂടെ കണ്ടു. വക്കീലിനെ ഫോണിൽ വിളിച്ച് മുറി നടക്കാതിരിക്കുക. അവിടെ എങ്ങനെയാ മോളെ വിട്ടുപിരിയാൻ കഴിയാതെ കൂടെ ഇരിക്കുക. അപ്പൊ ഇനി വിധി കേൾക്കാൻ കോടതി പോണില്ലേ? പത്രക്കാർ ആവശ്യമില്ലാത്തൊക്കെ ചോദിക്കും. അമ്മയ്ക്ക് പറയാനുള്ളതെല്ലാം കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞെന്നാ അമ്മ പറയുന്നത്. തന്നെയുമല്ല, ഹൈക്കോടതിയിൽ വക്കീലന്മാർ തമ്മിലാ വാദം. വിധി എന്താണോ അവര് കക്ഷികളെ വിളിച്ചറിയിച്ചോളൂ. അതെ, ഇന്നലെ ഏതാണ്ട് നിയമ സംരക്ഷണ വേദിക്കാരോ അങ്ങനെ ആരോ മറ്റോ പറഞ്ഞു പോലും ദയാവധം അനുവദിക്കുന്നതിനെ പറ്റി പരിഗണിക്കാമെന്ന്. അങ്ങനെയാകുമ്പോ വേദനയില്ലാതെ കുഞ്ഞിനെ കൊന്നു രക്ഷപ്പെടുത്താൻ കോടതി ആവശ്യപ്പെടുമോ? അങ്ങനെ ആവശ്യപ്പെട്ടാലും അനുവദിക്കാൻ ഒരു അമ്മയ്ക്ക് കഴിയുമോ? കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരാണുവിന്റെ അവകാശം മാത്രമുള്ള അച്ഛന് അമ്മയുടെ ചോരയും ചൂരും സ്നേഹവുമാണ് ഒരു ഭ്രൂണത്തെ കുഞ്ഞാക്കി മാറ്റുന്നത്. കരയാൻ മാത്രം അറിയുന്ന അവസ്ഥയിൽ പ്രപഞ്ചത്തിലെത്തുന്ന കുഞ്ഞിനെ കാത്തു സംരക്ഷിക്കുന്ന അമ്മയ്ക്ക് ജീവനെ പൂറ്റി വളർത്തി ശീലമുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് അതിന്റെ സംരക്ഷണാവകാശം. എന്തായാലും അവന് സ്നേഹം കൂടുതൽ കൊണ്ടാണ്, അല്ലാതെ മോളെ വെറുത്തിട്ടൊന്നുമല്ല. വേദന അനുഭവിച്ച ഒരു ദയനീയ അവസ്ഥയിൽ മകൾ ജീവിക്കണ്ടെന്ന് പിതാവിന് തോന്നുന്നു. അമ്മയ്ക്കും സ്നേഹം കൂടുതൽ ഉള്ളത് കൊണ്ടാണ് മോളെ വിട്ടുപിരിയാൻ പറ്റാത്തത്. ആരുടെ സ്നേഹം ജയിക്കുമെന്ന് ആർക്കറിയാം. എന്തായാലും ഒന്നുറപ്പാ, കുഞ്ഞിനെ ഈ അവസ്ഥയിൽ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാ. ലോകത്തെ ഏറ്റവും വലിയ വേദന പ്രസവ വേദന എന്ന് കരുതി ഏതെങ്കിലും ഒരു സ്ത്രീ പ്രസവിക്കാതിരിക്കുന്നുണ്ടോ? വേദനയെ പരിചരിക്കണം, സ്നേഹം കൊണ്ട് പരിഹരിക്കണം. ജന്മം തന്ന അച്ഛനും അമ്മയ്ക്കും ഒക്കെ സുഖമില്ലാതായാൽ അവരെ കൊന്നുകളയാണോ വേണ്ടത്? ഞാൻ എൻ്റെ മോളെ നോക്കും. മക്കളെ മനുഷ്യത്വത്തോടെ പരിചരിക്കുന്ന മാതൃത്വത്തിന്റെ പേരാ അമ്മേ. സുമിത്രയുടെ മനുഷ്യത്തെ കാട്ടണമെങ്കിൽ മക്കളോട് കുടുംബത്തോട് സ്നേഹം വേണം, പുണ്യമുണ്ടാവാൻ ശ്രമിക്കുകയാണ്. ഒരു മകളുള്ളത് ഈ അവസ്ഥയിൽ ചത്താ ചിതയ്ക്ക് തീ കൊടുത്തേണ്ടതാരാ? അനന്തരവൻ. എനിക്കെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് എത്ര കോടി രൂപയുടെ സ്വത്ത് ഈ കുടുംബത്തിൽ നഷ്ടപ്പെടുത്തിയിരിക്കുന്നറിയാമോ? ഞാൻ കാര്യം പിടിച്ച് കെട്ടിയതാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാര്യങ്ങളിൽ ഇടപെടാറില്ല, അഭിപ്രായം പറയാറുമില്ല. ഇത് ഔദ്യോഗികമല്ല, ഇതിപ്പോ നമ്മുടെ കുടുംബകാര്യങ്ങൾ. എനിക്ക് താല്പര്യമില്ല. അതെ, വിയർത്തതോ കഷ്ടപ്പെട്ടതോ ഒന്നും അല്ലല്ലോ, ഉടായ്പിലൂടെ കൈവശപ്പെടുത്തിയല്ലേ ഓട്ടല്ലേ. അങ്ങനെ വിടാനപ്പോ നമ്മുടെ കയ്യിൽ 10 പുത്രനുണ്ടെങ്കിൽ അതവർക്ക് മക്കൾക്ക് പിൻതലമുറയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക മാത്രമല്ല എഴുതിയത്, അതിന്റെ ഒരു കോപ്പി ഈ പത്രക്കാർക്ക് കൊടുത്തു. രാജഗിരി വിശ്വനാഥൻ ആരായി? സമൂഹത്തിന് മുന്നിൽ കള്ളൻ. എന്റെ ബന്ധുക്കാരൻ എനിക്കൊരു സ്ഥാനപ്പേര് എടുത്തത് കള്ളനെന്ന്. അതിപ്പോ ഇന്നോ ഇന്നലെ ഉണ്ടായതല്ലോ, ജന്മനാ കഷ്ടപ്പെട്ട് നേടിയെടുത്തതല്ലേ. പിന്നെ TV പടമൊക്കെ കാണിക്കുന്നുണ്ട്, ദോഷം പറയരുത് കേട്ടോ. TV കാണാൻ ഇത്രയും ഗ്ലാമറില്ല. ഞാൻ കണ്ടതല്ലേ. എന്നെ തോൽപ്പിച്ചത് മുകുന്ദനല്ല, ഈ നിൽക്കുന്ന മോള. തൃപ്തിയായല്ലോ, രാജഗിരി എസ്റ്റേറ്റ് എന്റെ കയ്യിൽ നിന്ന് പോയി. ഞാനിപ്പോ രാജഗിരി വിശ്വനാഥനല്ല, സർക്കാർ വക വനഭൂമി കൈവശപ്പെടുത്തി മരുമകൻ എഴുതി കൊടുത്താണ് എന്റെ അമ്മായിയപ്പ റിപ്പോർട്ട് കൊടുത്തത്. സാധാരണ സ്വഭാവത്തിന് കൊന്നു കളയണം. അവസാനം താനങ്ങ് ജയിച്ചു അല്ലേ? ഞാനല്ല ജയിച്ചത്, സത്യം. ഇതിവിടെ അവസാനിച്ചെന്ന് കരുതുന്നുള്ളൂ താൻ? എന്റെ ജോലി അവസാനിച്ചു. ഇല്ല, അവസാനിക്കില്ല. തന്റെ റിപ്പോർട്ടിനെ ചോദ്യം ചെയ്ത് കോടതിയിൽ പോകും. ഞാനല്ല, തന്റെ മരുമകൻ. കാരണം അത് അവന്റെയാണ്. എത്ര പണം മുടക്കേണ്ടി വന്നാലും ഏതൊക്കെ കോടതി കയറേണ്ടി വന്നാലും അവനെ കൊണ്ട് ഞാനത് നേടും. ക്ഷമിക്കണം. അമ്മാവൻ രാജഗിരി എസ്റ്റേറ്റിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ എസ്റ്റേറ്റിന്റെ പ്രണാവകാശവും ഞാൻ സർക്കാരിന് മടക്കി കൊടുത്തു. എനിക്ക് വേണ്ട പബ്ലിക്കിന് അവകാശപ്പെട്ട പ്രോപ്പർട്ടി എന്റെ ഭാര്യയ്ക്കും വേണ്ട. ഇതിനാ കുടുംബ മഹിമ എന്നൊക്കെ പറയുന്നത്. കളി പഠിക്കുന്നെങ്കിലേ അത് കുഞ്ഞുങ്ങളിൽ നിന്ന് പഠിക്കണം. മനസ്സിലായോ വിശ്വനാഥൻ? താറേ തിരിച്ചറിവായ കാലം മുതൽ ഞാൻ കണ്ടും കേട്ടും തൊട്ടും അനുഭവിച്ചറിഞ്ഞത് എന്റെ അമ്മാവനെ സാഹചര്യങ്ങളും ഗതികേടും കൊണ്ട് ഒരിക്കലും എനിക്ക് അദ്ദേഹത്തെ വേദനിപ്പിക്കേണ്ടി വന്നു.
ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പേരില്ല. സർക്കാരിന്റെ ഭൂമി അനധികൃതമായി സ്വന്തമാക്കിയത് സ്ത്രീധനമായി എനിക്ക് എഴുതി തന്നുകൊണ്ട് നിങ്ങൾ എന്നെയും സുജാതയെയും സമ്പന്നരാക്കുകയല്ല ചെയ്തത്, ദരിദ്രരാക്കുക. നീയൊക്കെ കേട്ടു നിൽക്കാം. ഇവിടെ ഇവന്റെ കമ്പനിയുടെ മാനം കളിച്ചപ്പോ തൃപ്തിയായി വരയ്ക്കാം. മകളൊന്നും എടുക്കുന്ന സംഭവം അഭിമാനം തോന്നുക മക്കളെ. നീ എന്നെ തോൽപ്പിക്കുമെന്ന് എനിക്ക് ആശങ്ക ഉണ്ടായിരുന്നു. ഒരിക്കൽ തോൽപ്പിച്ചത് മനഃപൂർവ്വമല്ല, ഒരു ദുർബല നിമിഷത്തിൽ അവിചാരിതമായി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടതാണ്. തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടോ? അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ദൈവവിധി പോട്ടെന്ന്. നിന്റെ അച്ഛന് രാജാവും ഗിരിയൊന്നും വേണ്ട, വെറും വിശ്വനാഥം മതി. സമ്പത്ത് ആവശ്യത്തിനാണ്, ആർഭാടത്തിനല്ല. നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളത് ഞാനുണ്ട്, അതുപോലെ. നിനക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാ? അമ്മാമനെ പോലെ നീ ഇപ്പൊ ഇവിടെ മുറി വരാറില്ല, കാണാറില്ല. മോളെ ദയോടെ കൊല്ലണോ അതോ ജീവിക്കാൻ അനുവദിക്കണോ എന്ന് കോടതി വിധി പറയുന്ന ദിവസമായിരുന്നു. അവളെ പ്രതി കോടതിയിൽ നടക്കുന്ന വ്യവഹാരങ്ങളും തർക്കങ്ങളും ഒന്നും അവൾ അറിയുന്നില്ല. അതാ ഭാഗ്യം. അവൾ എന്തറിയുന്നു എന്തറിയുന്നില്ല എന്നൊക്കെ ആരറിയുന്നു? ഒരുപക്ഷെ മനസ്സുകൊണ്ടെല്ലാം തിരിച്ചറിയുന്നുണ്ടെങ്കിലോ? നീ തിരിച്ചറിയുന്നുണ്ടോ പെണ്ണെ? ദൈവം നിന്നെ ഈ വിധത്തിൽ ശിക്ഷിക്കുന്നതിന് മുമ്പേ നിന്നെ ശിക്ഷിച്ചവൻ ഞാൻ. എന്റെ ചഞ്ചലമായ മനസ്സിന്റെ മുന്നിൽ നിന്നും ഒരു നിമിഷം നീ എന്ന ചിന്തയകന്നു പോയി. ഞാൻ നിന്നെ ചിന്തിച്ചു. നീ എന്നെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ പിറവിയിലെ കൂട്ടിച്ചേർക്കാൻ വിധിക്കപ്പെട്ട നമ്മൾ. സുമിത്രയെ ഞാൻ നിന്റെ പാദം തൊടുന്നു. മനസ്സിന് തിരിച്ചറിവുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്താണ് ഇത്? മോന് മനസ്സിന് തിരിച്ചറിവുണ്ടായിട്ടാണ് അവള് സങ്കടപ്പെടുന്നത്. നോക്ക്, അവിടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. സുമിത്രനെ കണ്ണുകൾ കൊണ്ടെങ്കിലും ഒന്ന് സംസാരിക്കപ്പെട്ടു. ഇല്ല, ഒരു മരണത്തിന് ഒരു ദയാനിധിക്ക് ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. കോടതി വിധി കേൾക്കാൻ പോകുന്നില്ലേ? അഥവാ ദയാവിധം അനുവദിച്ചു കിട്ടിയ ഡോക്ടർമാരെ ഏൽപ്പിക്കണ്ട, അച്ഛന് തന്നെ അതങ്ങ് ചെയ്യാം. എന്റെ മനസ്സിൽ എന്റെ മകൾ എന്നേ മരിച്ചു കഴിഞ്ഞു. അവിടെ സജീവമായ രൂപം ഉള്ളിൽ പേര് നടക്കുന്നവരെ ഞാൻ. വേദനകളെ ഉരുട്ടിക്കൊണ്ട് നടക്കുന്നത് എന്റെ പേരെല്ലടി സ്നേഹമെന്ന്. നിറഞ്ഞൊഴുകുന്ന അവളെ കണ്ടുകൾ എന്നോട് മൗനമായി യാചിക്കുക. എന്നെ ഒന്ന് കൊന്നതാ എന്ന്. നിങ്ങൾ നാളെ രോഗിച്ച് കണ്ണീരൊഴുകി കിടന്ന ഞാൻ പരിചരിക്കണോ കൊല്ലണോ? ഓർമ്മയും തിരിച്ചറിവുമില്ലാതെ ഞാൻ വേദനയുടെ കൂടാരത്തിൽ കിടന്നാൽ കൊല്ലണം. സ്നേഹമുണ്ടെങ്കിൽ എന്തായി? നന്ദിയുണ്ട്.